അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ മുദരിസ് ഉസ്താദ് അവരുകളെ, അതുപോലെ തന്നെ സദസ്സിൽ ഉപവിഷ്ടരായ മുത്താലിം സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, മഹല്ലത്ത് നിവാസികളെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഉള്ള പരിപാടികൾ ഏകദേശം 2 മാസം മുമ്പ് തന്നെ ഇതിലേക്കുള്ള ഒരുക്കങ്ങളും നമ്മുടെ ജമാഅത്തിന്റെ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയായ നിലക്ക് ഇന്നലെയും മുഞ്ഞാന്നുകളുമായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നടത്താൻ സാധിച്ചു. നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നതിൽ തന്നെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ആ ബുർദ കാവ്യത്തോടുകൂടെ അതിന്റെ പൂർണ്ണ ജവാബോടുകൂടെയും നല്ല ഒരു സദസ്സ് മസ്ജിദിൽ വെച്ച് നാം എല്ലാവരും ആസ്വദിച്ച് ഈ പരിപാടിയിലേക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കത്തോടുകൂടെയാണ് നമുക്ക് ആ ബുർദയിൽ സംബന്ധിക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. അതിന്റെ ശേഷം ഇന്നലെ രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ പരിപാടികൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല നിലക്ക് അവരുടെ പരിപാടികൾ കഴിവിന്റെ പരമാവധി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞാൻ 1-2 ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് നല്ല ഉഷാറായിട്ടുണ്ട് കുട്ടികളുടെ പരിപാടികൾ എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അതിനുവേണ്ടി ഉസ്താദുമാരായ നമ്മളും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ മഴയുടെ ലീവും അതുപോലെ തന്നെ സ്കൂളുകളിലെ എക്സാമുകളും ഇതൊക്കെയും ഉണ്ടാകുമ്പോൾ കുട്ടികൾ വന്നു കിട്ടാൻ തന്നെ വളരെ പ്രയാസമായ ഒരവസ്ഥയാണ് ഉണ്ടായത്. എങ്കിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഫള് കൊണ്ട് കുട്ടികൾ നല്ല നിലക്ക് പരിപാടികൾ അവതരിപ്പിക്കുകയും ഇന്നത്തെ പരിപാടികളും അങ്ങനെ തന്നെയാണ്. എല്ലാം സമയങ്ങളിൽ കൃത്യമായിട്ട് ഓരോന്നിനും എത്ര സമയങ്ങൾ വേണമെന്ന് ക്ലിപ്തമാക്കിക്കൊണ്ടാണ്, ഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഉസ്താദുമാര് അതിനെ തർത്തിബാക്കി വെച്ചത്. അൽഹംദുലില്ലാഹ് നല്ല നിലക്ക് 10:30 നമ്മുടെ പരിപാടികളൊക്കെയും കഴിഞ്ഞു. ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനം അത് ഒരു അത്ഭുതമാണ്. നമുക്കെയും മങ്കൂസ് മൗലിദിൽ പാരായണം തുടങ്ങുന്നത് തന്നെ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിച്ചത് തന്നെ, ഉദയിപ്പിച്ചത് തന്നെ ഒരത്ഭുതമാണ്. നാം ഒക്കെയും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് ഒരത്ഭുതങ്ങളും അല്ലെങ്കിൽ ഒരു മഹത്തായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. ആ മൗലിദിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് സുബ്ഹാനല്ലദീ എന്ന അർത്ഥം കൊണ്ടാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുശ്രിക്കുകളായ ആൾക്കാർ ചോദിക്കുകയാണ്, അതെ വേദഗ്രന്ഥങ്ങളിലൊക്കെയും തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, ഒരു മുഹമ്മദ് വരാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ മുഹമ്മദ് നിങ്ങളാണ് എന്നതിന് എന്ത് തെളിവാണ് ഇവിടെ ഉള്ളത് എന്ന് മുശ്രിക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ആ മുഹമ്മദ് വേദഗ്രന്ഥത്തിൽ, അതായത് തൗറാത്തിലും മറ്റ് വേദഗ്രന്ഥങ്ങളിലും ഒക്കെയും ഉപമിച്ച ആ നബി അത് നിങ്ങളാണ് എന്ന് പറയാൻ, ഞാനാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആ മുശ്രിക്കുകൾ പറഞ്ഞു, ആ മരം ഇങ്ങോട്ട് വന്ന് പറയണം, ആ നിൽക്കുന്ന മരം
ഇവിടെ വന്ന് പറയണം ഇത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവിടുന്ന് ആ മരം വളരെ കുനിഞ്ഞുകൊണ്ട് ആ മരം വളരെ വിനയത്തോടുകൂടെ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വളരെ വിനയത്തോടെ വന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അന്നക റസൂലുള്ളാഹ്, ഓ നബിയേ, തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ മരം വന്ന് റസൂലുള്ളാന്റെ അരികിൽ വന്ന് വളരെ വിനയത്തോട് പറയണമെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ മരങ്ങളും എല്ലാ കല്ലുകളും അവിടത്തേക്ക് സലാം പറഞ്ഞു, എല്ലാ ജീവിജാലങ്ങളും അവിടത്തേക്ക് വണങ്ങിക്കഴിഞ്ഞു. ഗാർ സൂറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ഇരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് അവിടത്തെ ബണ്ണത്തങ്ങളും പാരിവാളങ്ങളും ഒക്കെയും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവലായി നിൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിപാടികളൊക്കെയും നല്ല നിലക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെയും ആകാംക്ഷയോടുകൂടെ അവരുടെ പ്രൈസുകൾ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ജമാഅത്തുകാരായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തേക്ക് മീലാദ് കമ്മിറ്റിയുടെ അധ്യക്ഷർ സ്റ്റേജിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ്, ഇവിടത്തേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് 10 വർഷം, ഈ വർഷത്തേക്ക് 10 വർഷം തികയുകയാണ്. 10 വർഷം ഈ വർഷത്തേക്ക് പൂർത്തിയാവുകയാണ് എന്നുള്ള ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് ഉമർച്ച നേരത്തെ പറയുന്നുണ്ട്, ഉസ്താദുമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാഹ്, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ഖലീൽ സുഹരിയും അതുപോലെ തന്നെ നൂറുദ്ദീൻ സുഹരിയും അവരുമായിട്ട് ചെറിയ കണക്റ്റോടുകൂടെ അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടത്തേക്ക് വരികയും നമ്മുടെ നെല്ലിക്കട്ട എന്നുള്ള മദ്രസയിൽ ജോയിൻ ആവുകയും ഈ വർഷത്തേക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 10 വർഷം പൂർത്തിയാവുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ 10 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് കഴിയുന്ന നല്ല സേവനങ്ങളൊക്കെയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിൽ കഴിയുന്നത്രയും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വച്ചാൽ ഈ 10 വർഷം കൊണ്ട് ഒരു പേരൻസ് നിങ്ങൾ എന്തിനീ കുട്ടിയെ അടിച്ചു എന്ന് ഈ 10 വർഷം കൊണ്ട് എന്നോട് ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാ ഒരു സത്യം നിങ്ങളെ മുമ്പിൽ ഞാൻ തുറന്നു പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നൊരു ദുഃഖം എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് 10 വർഷമാകുമ്പോൾ നമ്മളോട് വളരെയധികം സ്നേഹത്തോടുകൂടെ പെരുമാറിയ ഒരുപാട് വയസ്സമായ ആൾക്കാർ നമ്മളിൽ നിന്ന് വിരമിച്ചുപോയി. ആദ്യമുണ്ടായിരുന്ന നമ്മുടെ അധ്യക്ഷരുടെ പിതാവ് പള്ളിക്കുഞ്ച കണ്ടപ്പോൾ വളരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചിരുന്ന ആ മുഖം ഇന്ന് നമുക്ക് കാണാനില്ല. ഈ മീലാദ് സുദിനത്തിൽ അദ്ദേഹത്തെ ഞാൻ വിസ്മരിക്കുകയാണ്. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ഇപ്പോൾ പാട്ടുപാടിയ അസീസിന്റെ പിതാവ് പാട്ടപകർച്ച എന്ന് തന്നെയാണ് അദ്ദേഹത്തെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അയാളും വളരെ സ്നേഹത്തോടുകൂടെ നമ്മളോട് കൈത്തന്ന ഒരാളാണ്. അല്ലാഹുവേ, അയാൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. നമ്മുടെ സക്കരിയ സഖാഫി, ഉസ്മാൻ ച, ഹമീദ് സൈദി അവരുടെ പിതാവ്, അയാളും ഞാൻ വരുന്ന സമയത്ത് വാർദ്ധക്യത്തിലായിരുന്നു, എങ്കിലും കണ്ടുകൊണ്ട് അയാളെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ വളരെ സ്നേഹത്തിലുണ്ടായിരുന്ന നമ്മുടെ മുഹമ്മദ് ഹാജി, സുബ്ഹാനല്ലാഹ്,
ഉസ്താദുമാരോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, എന്നോടും പ്രത്യേകിച്ചിട്ടുള്ള സ്നേഹമുണ്ടായിരുന്നു. കുറെ കുടുംബ ബന്ധത്തിലുള്ള റിലേഷൻ ബന്ധത്തിലുമുള്ള ബന്ധമുണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷത്തോടുകൂടെ പെരുമാറിയ ആ മഹൽ വ്യക്തിത്വം നമ്മളെ വിട്ടുപിരിഞ്ഞു. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ പള്ളിക്കാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന ഒരുപാട് നമ്മുടെ കൂട്ടുകുടുംബാദികൾ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ മാപ്പ് ചെയ്യണേ അല്ലാ എന്ന് അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നെല്ലിക്കട്ട എന്നുള്ള മദ്രസയിൽ അൽഹംദുലില്ലാഹ് അവിടെ എന്ത് കാര്യങ്ങൾ, ഞാൻ റേഞ്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീലാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണികൾ ഉണ്ടാകുന്ന സമയത്ത് അവിടത്തെക്കാരായ കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും വന്നുകൊണ്ട് അവിടുത്തെ പണികളൊക്കെയും അവർ ചെയ്തു പൂർത്തിയാക്കി വൃത്തിയാക്കി നല്ലോണം നല്ല അധ്വാനിച്ചു സഹകരിച്ചു. എല്ലാവർക്കും തക്കനായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കഴിഞ്ഞ റമളാന് 20-ാം രാത്രി 21-ാമത്തെ രാത്രിയിൽ എന്റെ ഒരു കരളിന്റെ കഷ്ണം എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോൾ ഞാനാകെ വിഷമിച്ചു, ഞാനാകെ തളർന്നുപോയി. ആ സമയത്ത് പാതിരാക്ക് നല്ല ചൂടുള്ള സമയമാണ്, നോമ്പിന്റെ സമയമാണ്. ഈ ജമാഅത്തിൽപ്പെട്ട നമ്മുടെ അധ്യക്ഷരും അതുപോലെ തന്നെ വ്യവസായ നമ്മള് KH മുഹമ്മദ് ഹാജി അവരുകളും പാതിരാക്ക് 3 മണി വരെ നിന്നുകൊണ്ട് ആ കുഞ്ഞുടെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാകുന്നത് വരെ അവിടെ നിന്ന് ശേഖരിച്ച് എന്നെ സാന്ത്വനപ്പെടുത്തിയ ഒരുപാട് മുഖങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. ആ കുഞ്ഞി എനിക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന, ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായ സമ്പാദ്യമാക്കി തരണേ അല്ലാഹ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അർഹമുറാഹിമായ റബ്ബ് നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിച്ചു തരുമാറാവട്ടെ, ആഖിറം വെളിച്ചമാക്കി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല. ഈ നബിദിനത്തിൽ നാം ഒരുമിച്ച് കൂടിയ നമുക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സഹകരണങ്ങളും നമുക്ക് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും നാട്ടുകാരും സ്നേഹിതന്മാരും നമ്മളോട് നല്ല നിലക്ക് പെരുമാറുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ 1-2 വാക്കുകളെ ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.